അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബ് 17-ാം രാവാണ്, തിങ്കളാഴ്ച രാവാണ് കടന്നു വന്നിട്ടുള്ളത്. തിങ്കളാഴ്ച രാവുകളിൽ ചൊല്ലിവരുന്ന അതിമഹത്തായ ഫാത്തിഹ സ്വലാത്ത്, അതോടൊപ്പം നമുക്ക് റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലാൻ മഹാന്മാർ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാറും 70 തവണ വീതം ചൊല്ലി നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. എല്ലാവരും കൂടെ നല്ല ഇഖ്ലാസോടുകൂടെ തന്നെ ദിക്റുകൾ ചൊല്ലുമ്പോൾ അത് ഏറ്റുചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ അത് ഏറ്റുചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ധാരാളം നന്മകൾ ചെയ്ത്, ഒരുപാട് നന്മകൾ ചെയ്ത്, ഈമാനോടെ ജീവിച്ച്, തഖ്വയോടെ ജീവിച്ച്, ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാവരും ആദ്യം റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം മഹാന്മാർ ചൊല്ലാൻ ഉദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ആ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് ആദ്യം ചൊല്ലണം. ആ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന് അല്ലാഹു തആല കൊടുക്കുന്ന അതിമഹത്തായ ഒരു പ്രതിഫലം, അദ്ദേഹത്തിന്റെ ശരീരത്തെ നരകത്തിൽ ഇടുകയില്ല. നരകം അദ്ദേഹത്തിന് നിഷിദ്ധമാണ്. അദ്ദേഹത്തിന്റെ തോലിനെ നരകം സ്പർശിക്കില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും കൂടെ ചൊല്ലണം. ഇസ്തിഗ്ഫാർ ധരിപ്പിക്കൽ കൊണ്ട് ടെൻഷൻ നീങ്ങിക്കിട്ടും, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടും, സർവ്വ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരും. സാമ്പത്തികമായ വരുമാന മാർഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. എല്ലാവരും കൂടെ ചൊല്ലുക. അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി.
astaghfirullah wa atubu ilayh, 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 astaghfirullah wa atubu ilayh. അല്ലാഹുവേ, നമ്മുടെ തൗബ നീ സ്വീകരിക്കണം. അല്ലാഹ്, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നമുക്ക് ഇരുലോകത്തുമുള്ള വിജയം നീ തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. എല്ലാവരും കൂടെ ഫാത്തിഹ സ്വലാത്ത് ചൊല്ലണം. ഫാത്തിഹ സ്വലാത്തിന്റെ മഹത്വം അത്ഭുതമാണ്, അത്ഭുതമാണ്. ഒറ്റ തവണ ചൊല്ലിയാൽ തന്നെ പിന്നെ ദേഹം നരകത്തിൽ പ്രവേശിക്കില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ഫാത്തിഹ സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക്, ഭാഗ്യം അല്ലാഹു തആല കൊടുക്കുകയില്ല. അതുമാത്രമല്ല, ഒറ്റ സ്വലാത്തിന് തന്നെ 6 ലക്ഷത്തിൽ പരം പ്രതിഫലം ലഭിക്കുന്നു. 6 ലക്ഷം വരെ സ്വലാത്ത് ചൊല്ലിന്റെ സ്ഥാനത്തിൽ ഒറ്റ സ്വലാത്ത് നിൽക്കുന്ന ഒരു സ്വലാത്താണ് ഫാത്തിഹ സ്വലാത്ത്. അതുകൊണ്ട് എല്ലാവരും 41 തവണയാണ് നമ്മുടെ കണക്ക്. ആ ഒരു കണക്കിൽ എല്ലാവരും കൂടെ ഒറ്റ ചൊല്ലണം. നമുക്ക് മുത്തായ തങ്ങളെ സ്വപ്നത്തിൽ കാണണം, യഖ്ളത്തിൽ കാണണം. അവിടുത്തെ മുഹബ്ബത്ത് നമുക്ക് ലഭിക്കണം. അവിടുത്തെ ചിന്തിച്ച് ഓർത്ത് ജീവിക്കാനുള്ള നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കണം. അതേപോലെ തന്നെ ഈമാനോടെ മരിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കണം. എല്ലാറ്റിനും നല്ലൊരു ഇഖ്ലാസോട് കൂടെ ദുനിയവിയായ ഉഖ്റവിയായ എല്ലാ ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതി ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق
والهادي إلى صراط مستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم.
اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وأصحابه حق قدره ومقداره العظيم وعلى آله وأصحابه حق قدره ومقداره العظيم. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ സ്വീകരിച്ച മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇതിനെ സവാബെത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാം, അവിടുത്തെ ഉപ്പാപ്പമാരുടെ ഉമ്മാമ്മമാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ അംബിയ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ പ്രത്യേകിച്ച് ഗൗസുൽ അഅ്ളം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ഖാജ മുഈനുദ്ദീൻ ചിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അഹ്മദ് റളാ ഖാൻ ബറൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അങ്ങനെ മഹാന്മാർ സർവ്വ ഉസ്താദന്മാർ മശായിഖന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. നമ്മുടെ ജീവിതം നന്നാക്കണം അല്ലാഹ്. അവരുടെ മദദും അവരുടെ നോട്ടമുള്ള ഹിഫ്ളുള്ള കാവലുള്ള നല്ല ജീവിതം നൽകണം അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾ, എല്ലാ പ്രയാസങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ എല്ലാത്തിനും സ്വലാത്തൊന്ന് നീ പരിഹാരമായി ഏറ്റെടുക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. الله أرحم الراحمين يا الله. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, ഭാര്യ മക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജൻ, പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് നമ്മുടെ മജ്‌ലിസിൽ നിരന്തരം കൂടുന്നവർ,
അവരുടെ കുടുംബക്കാർ, അവർക്ക് വേണ്ടപ്പെട്ടവർ, എല്ലാ മുഅ്മിനാത്തുകൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരുടെയും പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. എല്ലാ പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യം പരസ്യമായി ചെയ്ത് കൂട്ടിയ സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്ത് ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണമല്ലാ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണമല്ലാ. നീ ബറക്കത്ത് ചെയ്യണമല്ലാ. നീ ബറക്കത്ത് ചെയ്യണമല്ലാ. നീ അഭിവൃദ്ധി നൽകണമല്ലാ. നമുക്ക് നീ അനുഗ്രഹം ചൊരിച്ചു തരണം റഹ്മാനെ. ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നീ ചൊരിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്ക് തന്ന സർവ്വതിലും, വീടിലും, വാഹനങ്ങളിലും, സർവ്വത്തിലും, സർവ്വ വിഷയത്തിലും, ജോലിയിലും, പഠനത്തിലും, എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നീ ബറക്കത്ത് ചെയ്യണമല്ലോ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഇബാദത്തെടുക്കുന്ന ഓരോ ഇബാദത്തുകൾ നിന്റെ പൊരുത്തത്തിലായി നമുക്കത് നിർവഹിക്കാൻ നിസ്കാരങ്ങളിലെല്ലാം ഇഖ്ലാസ് തന്നു ഭക്തിയോടെ നിന്റെ മഹാന്മാർ നിന്നിലേക്ക് നിസ്കരിച്ചതുപോലെ നമുക്കും നിസ്കരിക്കാൻ വല്ലാത്ത മോഹമാണ്. അല്ലാഹുവേ, ശൈത്വാന് നമ്മെ അവന്റെ വലയിൽ കുടുക്കുന്നു റബ്ബേ. ഞങ്ങൾ അവന്റെ വലയിൽ നീ കുടുക്കരല്ലേ അല്ലാ. താഴത്തങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ അവന്റെ കുടുക്കിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, സ്വന്തം നഫ്സിനോടും ശൈത്താനിനോടും യുദ്ധം ചെയ്ത് നമുക്ക് പോരാടി നമുക്ക് വിജയിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലാ. അല്ലാഹുവേ, നമുക്ക് നമ്മുടെ മനസ്സിൽ മുത്തായ തങ്ങളോടുള്ള ഹബ്ബ് വർദ്ധിപ്പിച്ചു തരണമല്ലാ. ഏറ്റി തരണമല്ലാ. അവിടത്തേക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ അല്ലാ നമുക്ക് ധാരാളം ചെയ്യാനും അവിടുത്തെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലാ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ നാവിന്, നമ്മുടെ മനസ്സിന് നീ പച്ചപ്പ് വരുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഇഖ്ലാസ് ഉള്ളതാക്കണം അല്ലാ. സർവ്വ പ്രവർത്തനങ്ങളും സർവ്വ നന്മകളും ഇഖ്ലാസോടെ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരാക്കണം റഹ്മാനെ. ആയുഷ്കാലത്ത് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാനും താഴത്തങ്ങളെ റൗള ശരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ, പല തവണ സിയാറത്ത് ചെയ്യാൻ, പരിശുദ്ധ മദീനയിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല. പച്ചക്കുബ്ബ നിറയെ കണ്ണ് നിറയെ കണ്ട് സ്വലാത്തും സലാമും ചൊല്ലി അല്ലാഹ് മദീനയിൽ വെച്ച് തന്നെ നമുക്ക് അവിടുത്തെ പൂമുഖമൊന്ന് കാണണം. ഉറക്കിലും ഉണർവിലും നമുക്കൊന്ന് കാണണം. ഇത് കണ്ട് നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കിയെടുക്കണം. എല്ലാ ഹറാമുകളെ തൊട്ട്, എല്ലാ ഹറാമായ ചിന്തകളെ തൊട്ട്, പ്രവർത്തനങ്ങളെ തൊട്ട്, കാഴ്ചകളെ തൊട്ട് നമ്മുടെ ശരീരത്തിനെ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കും പോലെയുള്ളൊരു നല്ലൊരു ജീവിതം തരണമല്ലോ. അതിനൊത്ത ജീവിതം സാഹചര്യം ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ ഈമാന് നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. തായ തങ്ങളോടുള്ള ഹബ്ബ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അവിടത്തോടുള്ള ഹബ്ബ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമല്ലോ. ഏറ്റിത്തരണം റഹ്മാനെ, ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണമല്ലോ. സൽസ്വഭാവികളാക്കണമല്ലോ. എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെ തൊട്ട് പൂർണ്ണമായും വിട്ടുനിന്ന് നല്ല ഒരു ജീവിതം നൽകണമല്ലോ. സൽസ്വഭാവികളാക്കണമല്ലോ. ദുഷിച്ച എല്ലാ സ്വഭാവങ്ങളെ തൊട്ട് പൂർണ്ണമായും വിട്ടുനിന്ന് സജ്ജനങ്ങളെ കൂട്ടത്തിൽ ചേരാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നല്ല സ്വഭാവം തന്ന, നല്ല ചിന്തകൾ തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കണമല്ലോ. നമുക്ക് ഒറ്റക്ക് ജീവിക്കുമ്പോൾ എവിടെയെല്ലാം ഒറ്റപ്പെടുന്നുവോ അവിടെയെല്ലാം ശൈത്വാന് നമ്മെ വല്ലാതെ കീഴ്പ്പെടുത്താൻ, ഹറാമുകൾ ചെയ്യാൻ തോന്നിപ്പിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, സാഹചര്യങ്ങളിലെല്ലാം തഖ്വ ഞങ്ങൾക്ക് നൽകണമല്ലോ. തഖ്വ നൽകണമല്ലോ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ. അല്ലാഹുവേ, നമ്മുടെ ശരീരത്തിന് വേണ്ട തഖ്വ നൽകണമല്ലോ. അല്ലാഹ്, നഫ്സിനിക്കുള്ള വേണ്ട തഖ്വ നൽകണമല്ലോ. എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് പോയാലും
ഹറാമ് കാണുന്നുവോ കണ്ണ് ചിമ്മാനും ഹറാമ് കേൾക്കുന്നുവോ ചെവി പൂട്ടാനുമുള്ള തൗഫീക്ക് നൽകണമല്ലോ. അതിന് പറ്റിയ ഈമാൻ ഞങ്ങൾക്ക് നൽകണമല്ലോ. ഈമാനിയായ ഖുവ്വത്ത് ഞങ്ങൾക്ക് നൽകണമല്ലോ. ആരെയും ഗൈബത്ത് പറയാതെ, നീമത്ത് പറയാതെ, വഞ്ചിക്കാതെ, ഹസദ് വെക്കാതെ, ഫിത്നയാക്കാതെ, വേദനിപ്പിക്കാതെ നല്ലൊരു ജീവിതം നൽകണമല്ലോ. ഒറ്റ ആലിമിനെ പോലും കുറവാക്കാതെ, ഗൈബത്ത് പറയാതെ നമ്മുടെ നാവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തൗഫീക്ക് നൽകണമല്ലോ. അങ്ങനെ അലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ മരിക്കുമ്പോൾ ഈമാന് തെറ്റ് മരിക്കും, അതിലൊരു സംശയവുമില്ല. നിന്റെ മഹാന്മാർ പഠിപ്പിച്ചതാണ് അലിമീങ്ങളെ കുറ്റം പറയുന്നവരുടെ അവസ്ഥകൾ. അല്ലാഹ് എത്ര അമല് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, അതുകൊണ്ടൊരു ഉപകാരവും ലഭിക്കാനില്ല. എല്ലാം ബാത്തിലാണ്, എല്ലാം നഷ്ടത്തിലാണ്. അല്ലാഹുവേ, അലിമീങ്ങളെയും സർവ്വ സയ്യിദന്മാരെയും സർവ്വ മഹാന്മാരെയും നമുക്ക് വയസ്സിനേക്കാൾ മൂത്തവരെ നമുക്ക് ബഹുമാനിക്കാൻ, ആദരിക്കാൻ, നല്ല അതപോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. തൗഫീക്ക് നൽകണമല്ലോ. നമുക്കുള്ള സ്വഭാവം നന്നാക്കണമല്ലോ. നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ. നല്ല സ്വഭാവം തരണമല്ലോ. എല്ലാവരോടും പുഞ്ചിരിച്ച് സംസാരിക്കാൻ, ആര് വെറുപ്പുള്ള, ദേഷ്യമുള്ള, നമുക്ക് ദേഷ്യപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാലും, കുത്തുവാക്കുകൾ പറഞ്ഞാലും, വേദനിപ്പിക്കുന്ന ചീത്തകൾ പറഞ്ഞാലും നമുക്ക് നീ അവർക്ക് സമ്മാനിക്കാൻ പുഞ്ചിരി മാത്രം, അങ്ങനെയുള്ള നല്ലൊരു ജീവിതം നൽകണമല്ലോ. നമ്മുടെ സ്വഭാവം അത്രയും മെച്ചപ്പെടുത്തണമല്ലോ. സ്വഭാവം നന്നാക്കണമല്ലോ. നിന്റെ മുത്തായ തങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്ന ആശിഖീങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരെന്തു സ്വഭാവക്കാരാണ്. മുത്തായ തങ്ങളുടെ സ്വഭാവം അങ്ങനെ ജീവിതത്തിൽ പകർത്തിയവരാണ്. നമുക്കും തൗഫീക്ക് നൽകണമല്ലോ. നമുക്കും തൗഫീക്ക് നൽകണമല്ലോ. മുത്തായ തങ്ങളുടെ സ്വഭാവം എന്തൊരു സ്വഭാവമാണ്, എന്തൊരു സ്വഭാവമാണ്. ഇവിടുത്തെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തൊരു സ്വഭാവത്തിന്റെ റഹ്മത്തുൽ ആലമീനായ തങ്ങളാണ് റബ്ബേ. അല്ലാഹ്, എന്തൊരു സ്വഭാവമാണ് റബ്ബേ നീ കൊടുത്തത് തങ്ങൾക്ക്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നന്നാക്കണമല്ലോ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് അവിടത്തോട് മുഹബ്ബത്തിട്ട് തരണമല്ലോ, ഇഷ്കിട്ട് തരണമല്ലോ. അവിടുത്തെ പൂമുഖം ലംഘുന്ന വജ്ഹ് അല്ലാഹ്, നീ ആർക്കും കൊടുക്കാത്ത വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമ, വല്ലാത്ത സൗന്ദര്യത്തിന്റെ മുഖം, ശരീരവും മുഖഭാവവും ഒരു ഐബ് പോലും ഒരാൾക്കും പറയാൻ പറ്റാത്ത രൂപത്തിൽ മുത്തായ തങ്ങൾ അല്ലാഹുവിന് ഡിസൈൻ ചെയ്തു കൊടുത്തതുപോലെ, എന്നെ ഈ രൂപത്തിൽ പടക്കണമെന്ന് പറഞ്ഞതുപോലെ അത്രയും നല്ല രൂപത്തിൽ, സൗന്ദര്യ രൂപത്തിൽ, ഒരു വിഷയത്തിലും ഒരു കുറവുമില്ലാത്ത രൂപത്തിൽ, ലോകത്ത് അതുപോലെ ഒരാളെയും നീ പടക്കാത്ത രൂപത്തിൽ അല്ലാഹ് തങ്ങളെ നീ പടച്ചുറപ്പേ. ആ വജൂഹൊന്ന് നമുക്കൊന്ന് കണ്ട് സന്തോഷിക്കണം. നമുക്കൊന്ന് നന്നാവണം. നമുക്കൊന്ന് നന്നാവാൻ ആഗ്രഹമുണ്ട് റബ്ബേ. എത്ര ആളുകളാണ് തങ്ങളെ നന്നാക്കിയെടുത്തത്. മോശ ജീവിതം നടത്തിയവർ, അല്ലാഹ് കുറ്റകൃത്യങ്ങൾ മാത്രം ചെയ്തവരെ തങ്ങൾ ഒറ്റ നോട്ടത്തിൽ സ്വപ്നത്തിലൂടെ ദർശിക്കലോടുകൂടെ അവരെ നന്നാക്കിയെടുത്ത ചരിത്രങ്ങൾ കേട്ടവരാണ്. നമുക്കും ആ ഭാഗ്യം നൽകണമല്ല. ആ പൂമുഖ നമുക്ക് ഉറക്കിൽ കാണിച്ചു തന്നു ഞങ്ങളെ ജീവിതം നന്നാക്കിയെടുക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. എന്തെല്ലാം രോഗങ്ങളാണ്, ക്യാൻസറാണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം രോഗങ്ങളാണ് റബ്ബേ ഓരോ നാളുകൾ മനുഷ്യനെ പിടികൂടുന്നത്. അല്ലാഹ്, ഞങ്ങളുടെ ദോഷങ്ങൾ കാരണത്താൽ ഞങ്ങൾക്ക് രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. പാവങ്ങളാണ് അല്ലാഹ്, ദുർബലരാണ് റബ്ബേ, ഒരു ബലമില്ലാത്തവരാണ്. ഈമാനിയായ ബലവുമില്ല, ശാരീരികവുമായ ബലവുമില്ല. നിന്റെ ഒരു രോഗത്തെ താങ്ങാനുള്ള ശേഷിയില്ല റബ്ബേ. ഞങ്ങൾക്കുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണമല്ല.
രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സർവരുടെയും രോഗങ്ങൾക്ക് നീ പൂർണ്ണ ശിഫ കൊടുക്കണം റഹ്മാനെ. അജിലായ ശിഫ കൊടുക്കണമല്ലോ, പരിപൂർണമായ ശിഫ കൊടുക്കണം റഹ്മാനെ. അത്തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ അവകളുടെ അണുക്കളെ നീ കരിച്ചു കളയണമല്ലോ, നശിപ്പിച്ചു കളയണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള ദുരന്തങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ടും കീരിമുരിക്കുന്ന മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഇവിടെ എല്ലാത്തവർക്ക് നല്ല വീട് നൽകണമല്ലോ, ഹൈറായ നല്ല ബറക്കത്തുള്ള സന്തോഷമുള്ള നല്ല വീട് നൽകണമല്ലോ. കടങ്ങളെല്ലാം വീട്ടിൽ തരണമല്ലോ. അതിന് വേണ്ട സാഹചര്യങ്ങളും സാമ്പത്തികമായ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾക്ക് നീ ചെയ്തു തരണം റഹ്മാനെ, കാണിച്ചു തരണം റഹ്മാനെ. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണമല്ലോ, നല്ല ജോലി നൽകണമല്ലോ. ഉള്ള ജോലിയിൽ ഉള്ള എല്ലാത്തിലും, ബിസിനസ്സിലും എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, റാഹത്ത് നൽകണമല്ലോ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ, ഹൈറായ നല്ല മക്കളെ നൽകണമല്ലോ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമല്ലോ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലോ, നല്ല ബുദ്ധിശക്തി നൽകണമല്ലോ, ഓർമ്മശക്തി നൽകണമല്ലോ, അദബ് നൽകണമല്ലോ, ഇഖ്ലാസ് കൊടുക്കണമല്ലോ. പടച്ച റബ്ബേ, വിവാഹപ്രായത്തിൽ എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഖൈറായ നല്ല ജീവിതം നൽകണമല്ലോ, ബറക്കത്തുള്ള നല്ല ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ തഖ്വ നൽകണമല്ലോ, തഖ്വ നൽകണമല്ലോ, ഈമാന് നൽകണമല്ലോ. അല്ലാഹുവേ, പ്രസവം അടുത്ത ഒരുപാട് ഗർഭിണികളായ സഹോദരിമാരുണ്ട്. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണമല്ലോ, സന്തോഷത്തോടെ റാഹത്തോടെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു വേദനയുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ, തടസ്സങ്ങളില്ലാതെ റാഹത്തോടെ പ്രസവിച്ച് നല്ല രൂപത്തിൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണമല്ലോ. സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരു പ്രയാസവും കൊടുക്കല്ലേ അല്ലാ, ഒരു പ്രയാസവും കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാർ അവരുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണമല്ലോ, ആരോഗ്യം നൽകണമല്ലോ. എല്ലാ കുറവുകൾ നീ പരിഹരിക്കണം റഹ്മാനെ. എന്ത് പ്രയാസമുണ്ടെങ്കിലും, എന്ത് തടസ്സമുണ്ടെങ്കിലും, എന്ത് കുറവുണ്ടെങ്കിലും എല്ലാം നീ പരിഹരിക്കണം റഹ്മാനെ. നീ ശരിപ്പെടുത്തണമല്ലോ. എല്ലാരും ആര് കൈവഴിഞ്ഞാലും, ആരെന്തു കുറവ് പറഞ്ഞാലും റബ്ബേ, നിനക്കത് ശരിപ്പെടുത്താൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹ്, നിന്നോടുള്ള നല്ല ഈമാനോടുകൂടെ ഉറപ്പായ വിശ്വാസത്തോടു കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എവിടെയും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്, എവിടെയും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.